ഹലോ ഫുക്കറ്റ് സീരീസിൻ്റെ അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ വന്നേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്നെല്ലാം വീണ്ടും നൈറ്റ് പാർട്ടിക്കായിട്ട് ഇറങ്ങി, നൈറ്റ് ഒന്ന് വൈബ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും ബംഗ്ലാ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നേരെ നമ്മൾ ഇറങ്ങി നടന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സ്മോൾ ടൗണും കാര്യങ്ങളും ഒക്കെ. ബംഗ്ലാ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്നതിന് മുന്നേ പത്തോങ് ബീച്ചിൻ്റെ അടുത്തേക്ക് പോകുന്ന റൂട്ടാണിത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി അവിടെ നിന്ന് ഇറങ്ങി. ഓൺ ദ വേയിൽ നമുക്ക് കാണാം അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അവിടെ ഡ്രഗ്സിൻ്റെ ഷോപ്പുണ്ട്, ആൽക്കഹോളൊക്കെ ഉണ്ട്. എല്ലാം അവിടെ സുലഭമാണ്, അവിടെ ലീഗലാണ്. അതുപോലെ ഫുഡിൻ്റെ സ്റ്റോഴ്സ് ഒരുപാടുണ്ട്. ലൈവ് ഫിഷും ക്രാബും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ആൽക്കഹോളും ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം. അല്ലാത്തവർക്കും അവിടെ പോകാട്ടോ. ഇതുള്ളത് കൊണ്ട് അവിടെ മാത്രം പോകാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും വൈബ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. ഒരുപോലെ ഒരു യങ് ജനറേഷനും അല്ലാണ്ട് എല്ലാ ജനറേഷനിലും പെട്ടവർക്കും വൈബ് ചെയ്യാനും ഒരു തവണ ഇതൊന്ന് എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ വേണ്ടി പോകാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്തോങ് ബീച്ച് ബംഗ്ലാ വാക്കിംഗ് സ്ട്രീറ്റിനെ ഡയറക്ഷൻ ചെയ്തുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ വൈബ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, അവിടുത്തെ ഒരു വ്യൂ ഒക്കെ. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ മോളാണ് ജങ് സിലോൺ മോൾ. അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ നമ്മൾ പോയത്. അപ്പോൾ ജങ് സിലോൺ മോള് ഞങ്ങൾ കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ഒരുപാട് സ്ഥലത്ത് ജങ് സിലോൺ മോൾസ് കാണാം. അതായത് ഒരെണ്ണമൊന്നും അല്ല, ഫുക്കറ്റിൽ തന്നെ ഒരു 3, 4, 5, 6 നമ്മൾ ഓൺ ദ വേയിലൊക്കെ കണ്ടു. ഇതാണ് ബംഗ്ലാ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഒരു വൈബ്. കണ്ടില്ലേ, ഇപ്പോൾ കേട്ട മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കണ്ടോ? അവിടെയുള്ള എല്ലാ ഷാക്സ് ആവട്ടെ, ബാർസിലും എല്ലായിടത്തും ഇങ്ങനൊരു വൈബിങ് മ്യൂസിക്കും എല്ലായിടത്തും തന്നെ ഓരോ ലൈവ് പാർട്ടീസൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ വോയിസ് ഓവർ കേൾക്കുമ്പോൾ തന്നെ അറിയാം. സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.